അസ്സലാമു അലൈക്കും. പല കാര്യങ്ങൾക്കും നിങ്ങൾ സൂറത്തുൽ യാസീൻ ഓതാറുണ്ട്. എന്നാൽ യാസീൻ ഓതിയാലുള്ള ഗുണങ്ങൾ പലർക്കും അറിയുകയുമില്ല. 36-ാമത്തെ സൂറത്താണ് യാസീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഓരോരുത്തർക്കും ഹൃദയമുണ്ട്, അതുപോലെ ഖുർആൻ്റെ ഹൃദയമാണ് യാസീൻ എന്ന്. നിത്യവും യാസീൻ ഓതിയാൽ ഖുർആൻ മൊത്തം ഓതിയ കൂലി നമ്മൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാവരും ദിവസം ഒരു യാസീൻ ഓതാൻ മറക്കരുത്. ഇനി നമുക്ക് ഇരുലോകത്തും നമുക്ക് വിജയം ലഭിക്കാനും യാസീൻ മുടങ്ങാതെ ഓതൽ നിർബന്ധമായൊരു കാര്യമാണ്. ഇനി ഹൃദയ തെളിവിനും റബ്ബിൻ്റെ കാവൽ ലഭിക്കാനും നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ അള്ളാഹുവിലേക്ക് കാവലിനെ നിയത്താക്കി, കാവൽ കിട്ടാൻ വേണ്ടി നിയത്താക്കി യാസീൻ ഓതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റബ്ബിൻ്റെ കാവൽ ലഭിക്കും. അതോടൊപ്പം നമ്മുടെ ഹൃദയ തെളിവും ലഭിക്കും, അനുഭവപ്പെടും. നമുക്ക് രാവിലെ ഒരു യാസീൻ ഓതുകയാണെങ്കിൽ വൈകുന്നേരം വരെയും, ഇനി വൈകുന്നേരമാണ് ഒരു യാസീൻ ഓതുമെങ്കിൽ രാവിലെ വരെയും പടച്ച റബ്ബിൻ്റെ കാവലിലായിരിക്കും നമ്മൾ. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടൊരു യാസീൻ ഓതാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും, ചെറുതാവട്ടെ വലുതാവട്ടെ, അത്തരം പാപങ്ങൾ പൊറുക്കാൻ വെള്ളിയാഴ്ച രാവ് ഇത് ഓതി വരിക. പടച്ച റബ്ബേ, എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ യാസീൻ ഓതി നിയത്താക്കിയിട്ട് നമ്മൾ വെള്ളിയാഴ്ച രാവ് ഒരു യാസീൻ ഓതിയാൽ സകല പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. ഇനി അതുപോലെ തന്നെ നമുക്ക് വീടിനും സ്വത്തിനൊക്കെ കാവൽ ലഭിക്കാൻ, കള്ളന്മാരിൽ നിന്നൊക്കെ നമുക്ക് കാവൽ ലഭിക്കാൻ നമ്മൾ കിടക്കാൻ നേരത്തൊരു യാസീൻ ഓതിയാൽ അതിനും നമുക്ക് എന്താവും? അള്ളാഹുവിൽ നിന്നൊരു കാവൽ ലഭിക്കും. ഇനി ശത്രുതയിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും നമുക്ക്. നമ്മൾ നന്നാവുന്നതിലും നമ്മൾ വിജയിക്കുന്നതിലും നമ്മളൊരു ബിസിനസ് മേഖലയിൽ ഉയരുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ പഠിപ്പ് സംബന്ധമായിട്ട് പല കാര്യങ്ങളിലും നമ്മുടെ ശത്രുത വെക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് രക്ഷ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? സൂറത്തുൽ യാസീനിലെ 9-ാമത്തെ ആയത്തിനെ ശത്രുവിൻ്റെ മുഖം മനസ്സിൽ കരുതി നമ്മൾ ആദ്യം ഓതുക. എന്നതിന് ശേഷം ആ ശത്രുവിൻ്റെ മുഖം മനസ്സിൽ കരുതിയിട്ട് അങ്ങോട്ട് ഊതുക. അപ്പോൾ അവൻ്റെ ഷർറൊന്നും നമുക്ക് എന്ത് കിട്ടൂല, ഒരിക്കലും ഫലിക്കൂല. ആരെന്ത് ശത്രുത നമ്മോട് കഴിവരിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടുകയും ചെയ്യും. ഇനി അതുപോലെ ബലാദി മുസീബത്തുകൾ, മറ്റെന്ത് ഇടങ്ങേറുകളാണെങ്കിലും അത് ഇല്ലാതിരിക്കാൻ, നമുക്ക് എത്താതിരിക്കാൻ, നമുക്കൊരാപത്തും വരാതിരിക്കാൻ സൂറത്തുൽ യാസീനിലെ 12-ാമത്തെ ആയത്ത് അധികരിപ്പിച്ചാൽ മാത്രം മതി. ഏത് വഴിക്ക് നമ്മൾ പോകണം, നമുക്കൊരാപത്തും വരില്ല. അതുപോലെ തന്നെ എല്ല് സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് പല ആളുകളും കഷ്ടപ്പെടുന്നുണ്ട്. എവിടെ കാണിച്ചിട്ടും ഒരു മാറ്റവും ഇല്ല, വേദന സഹിച്ച് നിൽക്കുന്ന ആളുകൾ, ആ രോഗത്തെ എല്ല് തേയ്മാനുള്ള ആളുകൾ, നടക്കാൻ പ്രയാസം, അങ്ങനെ പല പ്രയാസങ്ങൾ. അങ്ങനെയുള്ളവർക്ക് സൂറത്തുൽ യാസീനിലെ 78, 79-ാമത്തെ ആയത്തുകൾ 40 പ്രാവശ്യം ഓതിയിട്ട് എണ്ണയിലേക്ക് ഊതുക. ആ എണ്ണ എവിടേക്കാണോ വേദന വരുന്നത്, എല്ല് സംബന്ധമായിട്ടുള്ള പ്രയാസം എവിടെയാണോ ആ ശരീരത്തിൻ്റെ ഭാഗത്തൊക്കെ പുരട്ടുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് അറിയിക്കുക.